അച്ഛനോ മനമോളാൻ ഉണ്ണിക്കാളി പെണ്ണാണ്. അച്ഛനോ മനമോളാൻ ഉണ്ണിക്കാളി പെണ്ണാണ്. പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണ്. വ്യത്യസ്തമായ കഴിവുകളുള്ള കലാകാരന്മാരെ തേടിയുള്ള ഈ യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന പാലക്കാട് ജില്ലയിലെ പുലാപ്പറ്റ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നമ്മൾ നിതീഷിനെ കാണാൻ വന്നപ്പോഴാണ് ഇവിടെ വേറൊരു കലാകാരി കൂടി ഉണ്ട് എന്ന് അറിഞ്ഞത്. പേര് വിജിഷ അല്ലേ? 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പാട്ടൊക്കെ കേട്ടപ്പോൾ എൻ്റെ കണ്ണ തള്ളിപ്പോയി. പഠിച്ചിട്ടൊന്നുമില്ലല്ലോ? പഠിച്ചിട്ടില്ല. നീ സപ്പോർട്ട് ഇല്ല? സപ്പോർട്ട്. വലുതായാലും നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്നും നിലനിൽക്കണം. ഓക്കെ, നമ്മൾ ഇന്ന് കാലത്ത് കാണാൻ പറ്റാത്തൊരു സൗഹൃദമാണ് ഈ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ ബന്ധങ്ങളൊക്കെ അറ്റുപോലും ബന്ധങ്ങളൊക്കെ വെറും ഫോൺ കോൾ കൂടെയും മെസ്സേജിൽ കൂടെ ഒക്കെ ഒതുങ്ങി പോകുന്നു. അങ്ങനെയൊന്നും ആവരുത്. ഈ പാട്ടിന്റെ സൗഹൃദം കൂട്ടായ്മ എന്നും ഉണ്ടാവണം. മോളെ നമസ്കാരം. എന്തിനാ പേടിക്കണ്ട കേട്ടോ. എത്രയിലാ പഠിക്കണേ? 6ല്. നമ്മള് പാട്ട് പഠിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ മോളുടെ പാട്ട് കേട്ടപ്പോ പാട്ട് പഠിച്ചവരും കൂടി ഇത്ര നന്നായി പാടില്ല കേട്ടോ, ഇത്രയും ചെറിയ പ്രായത്തില്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞാല് പ്രേക്ഷകർ വിചാരിക്കും ഞാൻ തള്ളുകയാണെന്ന്. ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് തെളിയിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞത് തള്ളല്ലാന്ന്. ഏത് പാട്ടാ ആദ്യം പാടാൻ പോണേ? ഉണ്ണിക്കാളി. എന്നാ തുടങ്ങിക്കോ. ഉണ്ണിക്കാളി പെണ്ണവൾക്ക് മിന്നും പൊന്നും വേണ്ടാന്ന്, കളിയുണ്ണി പെണ്ണിനേറെ ആരാരോ വേണ്ടാന്ന്, പാൽ കുറുക്കും ചക്കരച്ച പായസങ്ങൾ വേണ്ടാന്ന്, വെള്ളി അറിഞ്ഞാൻ കെട്ടും വേണ്ട വെള്ളി കെട്ടിയ വാൾ വേണം, അച്ഛനോളം ചേർന്നു പോകും ആ കുറുമ്പിൻ തുണ്ടാണ്, അച്ഛനോ മനമോളാൻ ഉണ്ണിക്കാളി പെണ്ണാണ്, അച്ഛനോ മനമോളാൻ ഉണ്ണിക്കാളി പെണ്ണാണ്, ചേലെന്നും പാലെന്നും ചൊല്ലാതെ മാമുന്നും കുഞ്ഞുണ്ണി വാവ്യാണ്, വേതാളം തോളേറി ചാഞ്ചക്കം ചായുന്ന ചേലുള്ള ചിങ്കാരി. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല ഫീലുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ മോള് സ്കൂളിലൊക്കെ പാട്ട് പാടോ? ഇപ്പൊ ഫ്രണ്ട്സ്മാരൊക്കെ ഉണ്ടോ നിറയെ സ്കൂളില്? എന്താ പറയാ ഇവരൊക്കെ പാട്ട് കേട്ടിട്ട്? സൂപ്പർ. വേറെ ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ പാടുന്ന ആൾക്കാര്? ക്ലാസ്സിലത്തെ സ്റ്റാർ ആണോ വിജിഷ മോള്? ടീച്ചേഴ്സിന്റെ ഇടയിലൊക്കെ പൊന്നൊപ്പ് പറഞ്ഞ പോലെ ഓമന വാവേണ് പറഞ്ഞില്ലേ? ഓമന വാവേണോ? നല്ല പഠിക്കണം കേട്ടോ. നല്ല പഠിച്ചിട്ട് നല്ല വലിയ കുട്ടിയാവണം, നല്ലൊരു പാട്ടുകാരിത്തി, അതിനപ്പുറം ഒരു നല്ല പഠിച്ചൊരു ജോലി. പക്ഷെ അപ്പോഴും പാട്ട് കൈവിടരുത് കേട്ടോ, പാട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി പാടാൻ പറ്റുമോ? എന്നാ പാട്. പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാർ ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാർ ചെമ്പകപ്പൂമലരേ, കണ്ണൊന്നടച്ചാലോ കാണാൻ കണ്ണിനഴകുള്ളോളേ, പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്ന്, ചെമ്പകപ്പൂമലരേ എന്റെ ചെമ്പകപ്പൂമലരേ, തക്കാളി ചുവപ്പുള്ള പൂങ്കാവിലോരത്ത് നാണത്തിനുള്ള കുഴിയോ, തക്കാളി ചുവപ്പുള്ള പൂങ്കാവിലോരത്ത് നാണത്തിനുള്ള കുഴിയോ. കഴിഞ്ഞോ? എന്തിനു നാണിക്കണ്? പേടിയൊക്കെ ഉണ്ടോ? നല്ല ഉഷാറായി പാടിയില്ലേ? എന്താ പിന്നെ പ്രശ്നം? ഇത്ര നന്നായി പാടുമ്പോ ഇങ്ങനെ നാണം കൂടി സ്ട്രോങ് ആവണ്ടേ? ഞാൻ എൻ്റെ മോളുടെ അടുത്ത് എപ്പോഴും എന്താ പറയാ, സ്ട്രോങ് ബേബി ആവണം. അതുപോലെ സ്ട്രോങ് ബേബി ആവണ്ടേ? എപ്പോഴും ആരുടെ മുമ്പിലും നമ്മള് പേടിക്കാനും ഇതാനും പാടില്ല കേട്ടോ. നമ്മള് പെൺകുട്ടികൾ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ആരുടെ മുമ്പിലും നമ്മൾ പതറാൻ പാടില്ല കേട്ടോ. ആര് നമ്മുടെ മുമ്പിൽ വന്നു നിന്നാലും നമ്മൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല. നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. ഞാൻ ആര് പാട്ട് പാടാൻ പറഞ്ഞാലും സ്ട്രോങ് ആയിട്ട് പാട്ട് പാടണം. പാടില്ലേ? ഓക്കെ അല്ലേ മോളെ? ഈ സിനിമ പാട്ട് ഏതെങ്കിലും അറിയോ? മിഴിവാതിൽ ചായും നാണം പതിയെ ഞാൻ തഴുകവേ, ഇനി നീയുണ്ടെന്നും കൂടെ
കഴിഞ്ഞാ സൂപ്പറായി പാടിട്ടോ. അപ്പൊ ഇനി പാട്ട് പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ടോ? അപ്പോ വിജിഷമോളുടെ അച്ഛനാണ് കേട്ടോ അത്. അപ്പൊ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് വിജിഷമോളുടെ അച്ഛൻ പറയുന്നത് എന്റെ മോള് നന്നായിട്ട് പാടും, അവളുടെ ഒരു വീഡിയോ എടുക്കുമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പൊ നമുക്ക് അതന്നെയല്ലേ വേണ്ടത്, നമ്മുടെ ചാനലിൽ കൂടെ നമ്മള് കഴിവുള്ള കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരണം. അപ്പൊ ഇതുപോലെ കഴിവുള്ളുമ്പോൾ നാലാൾ അറിയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരൂ നമുക്ക് നോക്കി നോക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇത്ര ഗംഭീരമാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. മോളെ നല്ല അസലായിട്ട് പാടിട്ടോ. അപ്പൊ ചന്ദ്രൻ ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? കൂലിപ്പണി. ചന്ദ്രൻ ചേട്ടൻ പാടുവോ? പാടിയില്ല, പാടി നോക്കിയിട്ടില്ല. ഒന്ന് പാടി നോക്കണം. അറിയില്ല, പാടാൻ അറിയില്ല അല്ലെ? പക്ഷെ ചന്ദ്രൻ ചേട്ടൻ അറിയില്ല, പക്ഷെ മക്കള് നന്നായിട്ട് പാടുട്ടോ. മക്കളെ ഇനി വലുതായാലും ഇതേപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചന്ദ്രൻ ചേട്ടാ വലുതായാലും മക്കൾ ഇതേപോലെ പാട്ട് സപ്പോർട്ട് ചെയ്യണം, പഠിക്കാൻ പറ്റിയ മാക്സിമം പഠിപ്പിക്കുക. ഓക്കെ. അപ്പൊ മോളെ കാണുന്നവരടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പേടിച്ച് ആകെ നാണിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ മോള് വളർന്ന് നല്ലൊരു കലാകാരി ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്റെ പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടോ? ID പറഞ്ഞു കൊടുക്ക്. ID വിജിഷ 1617. വിജിഷ 1617 ഇതാണ് ഇൻസ്റ്റ ID. അതിലെന്താണ് ചെയ്യുന്നത്? പാട്ട് പാടോ? അതില് പാട്ട് പാടിയിട്ടില്ല, റീൽസ് ചെയ്തിട്ടുണ്ട്. ഇനി റീൽസ് ചെയ്യല് മാറ്റിയിട്ട് അതില് പാട്ട് മോള് പാടുക, ഇങ്ങനെ പാടുക. ഇപ്പൊ ഇതേപോലെ ഞങ്ങള് ഇതെടുത്തില്ലേ, ഇതേപോലെ മോള് ക്യാമറ വെച്ചിട്ട് നിതീഷേട്ടൻ പറഞ്ഞു തരും കേട്ടോ. അതുപോലെ പാട്ട് പാടിയിട്ട് മോളുടെ അതേ ശബ്ദത്തിൽ പാടിയിട്ട് അതില് ഇത് ചെയ്യണം. എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ കുറേ ഫോളോവേഴ്സ് ഒക്കെ ആവും, കുറേ ഫ്രണ്ട്സ് ആവും. അപ്പോൾ നമ്മളിങ്ങനെ പാടുമ്പോൾ നമുക്ക് കുറേ ലൈക്ക് കിട്ടും, നമ്മൾ ഒരുപാട് പേര് അറിയും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ലൈക്ക് കിട്ടുമ്പോൾ നമുക്ക് പാടാനുള്ള ഉത്സാഹം കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യണം കേട്ടോ. നീ പിന്നെ അടുത്തായി കാണുമ്പോൾ ഒരു അടിപൊളി ഇൻസ്റ്റയില് സെലിബ്രിറ്റി ആവില്ലേ? ഓക്കെ അല്ലേടി? ആവണം കേട്ടോ. ഞാനൊക്കെ ഫോളോ ചെയ്യാം, എന്നെയും ഫോളോ ചെയ്യാം കേട്ടോ ഇൻസ്റ്റയില്. അപ്പോൾ വിജിഷ 1617 ID മറക്കണ്ട, ഒന്ന് കയറിയിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനിയും നാളെ മുതൽ ഇന്ന് മുതൽ തന്നെ പാട്ട് പാടിയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ അല്ലേ? പൊളിക്കണ്ടേ? അപ്പോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു കലാകാരനെയോ കലാകാരിയായോ കണ്ടുമുട്ടുന്നവരിക്കും ബൈ. ടാറ്റ കൊടുക്കും.